ഈ വർഷത്തെ തീം എന്താണ്? ഡിവൈൻ ഇൻക്രീസ്. അതാണല്ലോ നമ്മുടെ വിഷയം. ഹല്ലേലൂയ. നമ്മൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു വരുന്നത്. എന്നാൽ എനിക്ക് ഈ ഒരു ഞായറാഴ്ച കൂടെ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനുള്ള അവസരമുണ്ട്. അടുത്ത ആഴ്ചയിൽ ദൈവം അനുവദിച്ചാൽ നമുക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ട്. അനുഗ്രഹീതമായ ഒരു ദൈവദാസൻ നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കും. സ്തോത്രം. പിന്നെ ഈ മാസം ഞാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ വിഷയം പിന്നീട് സംസാരിക്കുവാനൊരു അവസരമില്ലാത്തതുകൊണ്ട് അല്പം കൂടെ ചില കാര്യങ്ങളും കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകി തന്ന ചില ദൈവികമായ സന്ദേശങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ച വേദഭാഗം അല്ലെങ്കിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത ഭാഗം ഏതാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മറന്നുപോയോ? ആരെക്കുറിച്ചായിരുന്നു പറഞ്ഞത്? സൈമൺ പീറ്റർ. ലൂക്കോസിന് ശേഷം 5-ാം അധ്യായത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഡിവൈൻ ഇൻക്രീസ്, സൂപ്പർ നാച്ചുറൽ ഇൻക്രീസ് എന്ന വിഷയത്തെക്കുറിച്ച് ചിന്തിപ്പനിടയായത്. അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിച്ചു വന്നത് ദ സ്റ്റെപ്സ് ഫോർ ദി ഡിവൈൻ ഇൻക്രീസ്. അതാണ് നമ്മൾ ചിന്തിപ്പാനിടയായത്. അതിനകത്ത് പ്രധാനമായിട്ടും കഴിഞ്ഞ ആഴ്ചയിൽ 3 സ്റ്റെപ്സ് ഞാൻ ഓർപ്പിച്ചു. 4 സ്റ്റെപ്സ് ഓർപ്പിച്ചു. ഏതൊക്കെയാണ്? സെപ്പറേഷൻ, ഒബീഡിയൻസ്, ഫെയ്ത്ത്, ഇൻക്രീസ് ഇൻ ദ നെക്സ്റ്റ് ലെവൽ ഓഫ് ഫെയ്ത്ത്, blessings. All right, okay. ഏതാ? ബ്ലെസ്സിങ്, കർത്താവിനെ പിൻപറ്റുക. ഓക്കെ. 4 കാര്യങ്ങൾ, 3 മെയിൻ ഫോക്കസ് ചെയ്തത്. 1 സെപ്പറേഷൻ, 2 നെക്സ്റ്റ് ലെവൽ ഓഫ് ഫെയ്ത്ത്, 3 ഒബീഡിയൻസ്. ഓക്കെ. ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൽ നിന്ന് സ്തോത്രം ഇതേ വിഷയത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഈ വർഷം തന്നെ ഒരു വർധനവിൻ്റെയും നിറവിൻ്റെയും കവിഞ്ഞൊഴുക്കുന്നതിൻ്റെയും സ്തോത്രം ഒരു മുന്നേറ്റത്തിൻ്റെയും വർഷമായി മാറാൻ പോകുകയാണ്. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്കൊരു വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ വർഷം ചില കുടുംബങ്ങളിൽ ചില വർധനകൾ നടക്കും. എനിക്ക് വിശ്വാസമുണ്ട്. നമ്മുടെ സഭയ്ക്കകത്തൊരു വർധന ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ഒരു വർധന ഉണ്ടാകും. ഞാനൊരു ഭൗതിക മണ്ഡലത്തിലെ വർധനവ് മാത്രമല്ല, നമ്മുടെ ആത്മീക തലത്തിലേക്ക് പറയുന്നത് സഭയ്ക്കടുത്ത അടുത്ത ലെവലിലേക്ക്. ഇതൊരു പ്രൊഫറ്റിക് വേർഡായിട്ട് ഏറ്റെടുത്തു. അടുത്ത ലെവലിലേക്ക് ദൈവത്തിൻ്റെ സഭയെ ദൈവം മാറ്റാൻ പോവുകയാണ്. നിങ്ങൾ ചേർന്ന് നിൽക്കുമെങ്കിൽ, ഒരുമയോടെ നിൽക്കുമെങ്കിൽ, ഐക്യതയോടെ നിൽക്കുമെങ്കിൽ നമ്മുടെ ലെവൽ ദൈവം മാറ്റും. ഒരു വലിയ വർധനവ് നമ്മുടെ ഇടയിൽ കർത്താവ് തരും. ഹല്ലേലൂയ. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് സംഭവിക്കും. ഈ വർധന ആത്മീയ മണ്ഡലത്തിൽ ഒരു വർധന വരുമ്പോൾ ഭൗതിക മണ്ഡലത്തിലെ ചില വർധനകൾ നിങ്ങളുടെ കുടുംബങ്ങളെ അനുഭവിക്കും. ചില കുടുംബങ്ങളിൽ ചില കൂട്ടിച്ചേർക്കലുകളൊക്കെ സംഭവിക്കാൻ പോകുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ചില ഭവനങ്ങളിൽ ദൈവം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ ഒരു വർധനവ് സംഭവിക്കാൻ പോകുകയാണ്. ദൈവം അത് ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ നിറവെന്ന് പറയുമ്പോൾ തന്നെ നമ്മെ നിറയ്ക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിറവുള്ളവനെ നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. നിറഞ്ഞ പാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? തുളുമ്പത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നിറവുണ്ടെങ്കിലേ നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. നമ്മെ നിറയ്ക്കുന്നത് ആരാണെന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ. അങ്ങനെയാണെങ്കിൽ അവൻ നിറഞ്ഞവനായിരിക്കണം. ഹല്ലേലൂയ. വായിച്ചു നോക്കിയേ, എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാൻ പൗലോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒന്ന് വായിച്ചേ. നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും. 23-ാം വാക്യം 23rd. എല്ലാത്തിന്മേലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന ക്രിസ്തു. ശ്രദ്ധിച്ചേ, അവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന. കണ്ടോ ആ വാക്ക്? നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന ദൈവം. അപ്പൊ ആർക്കാ നിറയ്ക്കാൻ പറ്റുന്നേ? നിറഞ്ഞവനെ നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ. നമ്മൾ വിളിക്കുന്ന കർത്താവ് നിറഞ്ഞവനാണ്.
ഹല്ലേലൂയ. അവൻ ആത്മാവിൽ നിറഞ്ഞവനാണ്. ഇന്ന് വായിച്ച വേദഭാഗത്തേക്ക് ലൂക്കോസിന് ശേഷം 2-ാം അധ്യായം 40-ാം വാക്യത്തിൽ കാണുന്നു, അവൻ ജ്ഞാനത്തിൽ നിറഞ്ഞു. സ്തോത്രം. അതിൻ്റെ 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നു, അവൻ ആത്മാവിൽ നിറഞ്ഞു. സ്തോത്രം. അങ്ങനെയെങ്കിൽ എൻ്റെ കർത്താവ് നിറഞ്ഞവനാണ്. ആമേൻ. നിറഞ്ഞൊരു ദൈവത്തിന് മാത്രമേ നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് നമ്മെ നിറയ്ക്കാൻ നിറഞ്ഞവൻ ശക്തനായി ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ആമേൻ. നിന്റെ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും നിറയ്ക്കാൻ കഴിയുന്ന ഒരു നിറഞ്ഞവനാണ് നമ്മുടെ മധ്യത്തിൽ ഇന്ന് പകൽക്കാലം ഉലാവുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇവിടെ കർത്താവിന് പൗലോസ് കൊടുത്തിരിക്കുന്ന പദം, കർത്താവായ യേശുക്രിസ്തുവിനെ പൗലോസ് പരിചയപ്പെടുന്നത് നിറയ്ക്കുന്നവൻ എന്നാണ്. അങ്ങനെയെങ്കിൽ സ്തോത്രം, നമ്മുടെ കർത്താവ് നിറയ്ക്കുന്നവൻ, വർദ്ധിപ്പിക്കുന്നവൻ എന്നെല്ലാം നമുക്ക് കർത്താവിനെ കുറിച്ച് പറയാം. അപ്പൊ നമ്മുടെ കർത്താവ് ആരാ? നിറയ്ക്കുന്നവൻ. ഒരു രാത്രിക്കൊരു പകൽ ഉണ്ട് എന്നുള്ളത് പോലെ, ഒരു കയറ്റത്തിന് ഒരു ഇറക്കം ഉണ്ട് എന്നുള്ളത് പോലെ, നിറയ്ക്കുന്നവനെതിരായിട്ട് മറ്റൊരുവനുണ്ട്. നൺ അതർ ദാൻ ദ ഡെവിൾ. അവൻ്റെ പേരാണ് ശൂന്യമാക്കുന്നവൻ. നിറയ്ക്കുന്നവൻ ഉള്ളപ്പോൾ തന്നെ മറു സൈഡിൽ ഒരുവന്റെ പേരുണ്ട്, അവന്റെ പേരാ ശൂന്യമാക്കുന്നവൻ. ദാനിയേലിന്റെ പ്രവചനത്തിലേക്ക് വന്ന ദാനിയേലിന്റെ പ്രവചനം, സ്തോത്രം, ഹല്ലേലൂയ, അതിന്റെ 9-ാം അധ്യായം 27-ാം വാക്യം വായിച്ചാൽ ആ ശൂന്യമാക്കുന്നവനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. അടുത്തും കൂടെ അവൻ അത്രേ ഉള്ളൂ അല്ലേ? അവസാന വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത്? ശൂന്യമാക്കുന്നവൻ, മ്ലേച്ഛതകളുടെ ചിറകന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. ആരാണിത്? അന്തിക്രിസ്തു, പിശാച്. അപ്പോൾ അവന്റെ പേരാണ് ശൂന്യമാക്കുന്നവൻ. ഒരു ഭാഗത്ത് കർത്താവ് നിറയ്ക്കുന്നവനാണെങ്കിൽ മറു സൈഡിൽ ഒരുവനുണ്ട്, അവന്റെ പേരാ ശൂന്യമാക്കുന്നവൻ. ഒരു കാര്യം മനസ്സിലാക്കണം, പിശാചിന് പ്രവർത്തിക്കാനുള്ള അവസരം കിട്ടിയാൽ, ഒരവസരം കിട്ടിയാൽ ഒരായുസ് കൊണ്ട് നേടിയത് മുഴുവനും അവൻ ഒറ്റ ദിവസം കൊണ്ട് നശിപ്പിക്കാൻ പറ്റും. നീ ദിനങ്ങളോളം ഇരുന്ന് മുട്ടുമേലിരുന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ച് നേടിയ നിന്റെ ആത്മീയ ജീവിതത്തെ തച്ചുടയ്ക്കാൻ പിശാചിന് അധികം സമയം വേണ്ട. അങ്ങനെ കൃപയിൽ നിന്ന് വർത്തിച്ചു വന്ന് കൃപയുടെ പെരുപ്പത്തോളം അയർന്നു നിന്ന എത്രയോ ഭക്തന്മാർ ഒറ്റ നിമിഷം കൊണ്ട് തകർന്നുപോയി. പിശാചിന് പ്രവർത്തിച്ചാൽ ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ആത്മീക ജീവിതത്തെ തച്ചുടയ്ക്കാൻ കഴിയും. പിശാചിന് അവസരം കിട്ടിയാൽ നമ്മുടെ സകല സമ്പത്തിനെയും നശിപ്പിക്കാൻ അധികം സമയം വേണ്ട. നമുക്കറിയാം, ഒറ്റ ഉദാഹരണമായി ഇയ്യോബിന്റെ ജീവിതം നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇയ്യോബിന്റെ സകല സമ്പത്തിനെയും നശിപ്പിക്കാൻ പിശാച് അധികം നാളുകളൊന്നും എടുത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഭൗമിക ജീവിതത്തിലും ആത്മീക ജീവിതത്തിലും നേടിയെടുത്തത് ശൂന്യമാക്കുവാൻ പിശാചിന് അധികം സമയം വേണ്ട. നാളുകൾ കൊണ്ട് പണിതുയർത്തിയ ആത്മീക ജീവിതം, നാളുകൾ കൊണ്ട് പണിതുയർത്തിയ പ്രാർത്ഥനാ ജീവിതം, നാളുകൾ കൊണ്ട് പണിതുയർത്തിയ നിന്റെ വിശ്വാസ ജീവിതം, ഹല്ലേലൂയ, അത് ഇല്ലാതാക്കുവാൻ നിന്റെ ജീവിതത്തിൽ നിന്റെ വായിൽ നിന്ന് വരുന്ന ഒറ്റ വാക്ക് മതി. നമ്മുടെ വായിൽ നിന്ന് വരുന്ന ഒറ്റ വാക്ക് മതി നീ പടുത്തുയർത്തിയ ആത്മീയ ജീവിതം താളടിയാകുവാൻ. ആമേൻ. അതാ പിശാചിന്റെ പദ്ധതി. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കേട്ടല്ലോ, രാവിലെ കേൾപ്പാനിടയായി, അവൻ സ്കീംസ് ആണ്. അവൻ പിശാച് പദ്ധതികൾ, അവൻ പദ്ധതികൾ ഒരുക്കുന്നവനാണ്. അവൻ വഞ്ചകനാണ്. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, ഇയ്യോബിന്റെ ജീവിതത്തിൽ വേറൊരു കാര്യമുണ്ട്. ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം ദൈവം അനുവദിച്ചിട്ട് പിശാച് ശൂന്യമാക്കിയതാ. അതുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്വം ദൈവം തന്നെ ഏറ്റെടുത്തു. അതിന്റെ ഉത്തരവാദിത്വം ദൈവം അനുവദിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കായിരിക്കും? ദൈവത്തിന് തന്നെയായിരിക്കും. പക്ഷേ നമ്മുടെ
കുറവ് കൊണ്ട്, നമ്മുടെ പരാജയം കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് പിശാച് അകത്ത് കയറി എന്തെങ്കിലും തകർന്നു പോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ തന്നെ അതിൻ്റെ ഉത്തരവാദികളായി തീരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്തോത്രം. യോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയേ. എത്ര ദിവസം എടുത്ത് യോബിന് ഇതൊക്കെ നശിപ്പിക്കാൻ, പിശാച് നശിപ്പിക്കാൻ? 1-ാം അധ്യായം 14-ാം വാക്യം വയ്ക്കുമ്പോൾ ഒന്നാമത്തെ ശൂന്യത കാണാം. കന്നുകാലികൾ സകലതും തകർന്നു. സ്തോത്രം. അതിൻ്റെ 15-ാം വാക്യം ആടുമാടുകൾ നശിപ്പിച്ചു. അതിൻ്റെ 17-ാം വാക്യം തൻ്റെ ഒട്ടകങ്ങൾ നശിപ്പിച്ചു. 18-ാം വാക്യം തൻ്റെ മക്കൾ നശിപ്പിച്ചു. ഇങ്ങനെ സർവ്വസമ്പത്തും സർവ്വസമ്പത്തും വർദ്ധിച്ചു നിന്ന ഇയ്യോബ് ചില ദിവസങ്ങൾ കൊണ്ട് സകലതും നഷ്ടപ്പെട്ട് ശൂന്യമാക്കപ്പെട്ടു. സ്തോത്രം. ഇവിടെ മുതൽ 41-ാം അധ്യായം 9-ാം വാക്യം വരെ ഇയ്യോബിൻ്റെ സ്നേഹിതരുമായിട്ടുള്ള സംഭാഷണമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അവൻ്റെ ശൂന്യതയിൽ അവൻ പിന്മാറാതെ, തള്ളിക്കളയാതെ, തള്ളിപ്പറയാതെ ദൈവസന്നിധിയിലുള്ള ഭക്തിയെ മുറുകെ പിടിച്ച് നിന്നതുകൊണ്ട് എന്ത് ചെയ്തു? എന്തു പിശാച് ശൂന്യമാക്കിയോ അതിൻ്റെ ഇരട്ടിയായി ദൈവം അവൻ മടക്കി നൽകി. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം. ഇൻക്രീസിങ്ങിന്റെ അടുത്ത സ്റ്റെപ്പ് ഞാൻ പറയുന്നു ഇങ്ങനെയാണ്: ഹി ഹോൾഡ് ഫാസ്റ്റ് ദ ഹോളിനെസ്. ഭക്തിയെ മുറുകെ പിടിച്ചു. സ്തോത്രം. അപ്പോൾ ഡിവൈൻ ഇൻക്രീസിന്റെ അടുത്ത ലെവലാ പറയുന്നത്. എന്ത് ചെയ്യുന്നു? ഭക്തി മുറുകെ പിടിച്ചു. യോബിന്റെ ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ടു പോയതൊക്കെ, പിശാച് ശൂന്യമാക്കിയതൊക്കെ അവൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ഒറ്റ കാരണം അവൻ ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിച്ചതാ. ആർക്കൊന്നും മനസ്സിലാവുന്നില്ലേ? ദൈവത്തോടുള്ള ഭക്തി അവൻ മുറുകെ പിടിച്ചതാണ് അവൻ്റെ നഷ്ടത്തെ മടക്കി ലഭിക്കാൻ കാരണമായി തീർന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുമ്പോൾ, സ്തോത്രം, ഇയ്യോബിന്റെ ജീവിതം അവൻ ദൈവത്തെ മുറുകെ പിടിച്ചു, ദൈവത്തോടുള്ള ഭക്തി മുറുകെ പിടിച്ചു, തനിക്ക് ലഭിച്ച ദൈവിക ബന്ധം മുറുകെ പിടിച്ചു. തൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട മുഴുവനും ഇരട്ടിയായി മടക്കി നൽകിയെങ്കിൽ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ലഭിച്ച ഭക്തി, നിങ്ങൾക്ക് ലഭിച്ച കാഴ്ചപ്പാട്, നിങ്ങൾക്ക് ലഭിച്ച ഉപദേശം, നിങ്ങൾക്ക് ലഭിച്ച വെളിപ്പാട്, അല്ല പിതാക്കന്മാരിൽ നിന്ന് നമുക്ക് ലഭിച്ച ഈ നല്ല മാർഗനിർദ്ദേശം മുറുകെ പിടിക്കുമെങ്കിൽ, ഹല്ലേലൂയ, ഏതെല്ലാം മണ്ഡലങ്ങളിൽ പിശാച് ശൂന്യമാക്കി നോക്കിയോ ആ മണ്ഡലങ്ങളെ ഒക്കെ കർത്താവ് വർദ്ധിപ്പിക്കാൻ ശക്തനാണ്. ഒറ്റ കാര്യം ചെയ്താൽ മതി: ഉപദേശത്തെ മുറുകെ പിടിച്ചോണം, വചനത്തെ മുറുകെ പിടിച്ചോണം. പ്രശ്നം വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, പിശാച് ശൂന്യമാക്കാൻ ശ്രമിച്ചോട്ടെ, പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഭക്തിയോടെ മുറുകെ പിടിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം പിശാച് എത്ര ശ്രമിച്ചാലും അതിന്റെ ശൂന്യതയെ മാറ്റി വർദ്ധിപ്പിച്ചു തരാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അടുത്ത സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. ദൈവമക്കൾ എന്നും ഒരേ നിലയിൽ നിൽക്കാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത സ്റ്റെപ്പാണ് ഹോൾഡ് ഫാസ്റ്റ് ദ ഹോളിനെസ്. എന്താണ്? ഭക്തി മുറുകെ പിടിക്കുക. ഭക്തി മുറുകെ പിടിക്കണം, ഉപദേശം മുറുകെ പിടിക്കണം, വചനം മുറുകെ പിടിക്കണം. ദൈവം നമുക്ക് ഒരു കാഴ്ച, ഈ നാട് മാറുമ്പം ഉപദേശം കാറ്റി പറക്കരുത്. കൾച്ചർ മാറുമ്പോൾ മാറ്റി എഴുതാനുള്ളതല്ല കർത്താവ് നമുക്കെന്ന വചനം. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ചിന്തയുണ്ട്. ചിലർ പറയുന്നുണ്ട്, ചിലരൊരു ശൈലി ഉണ്ടല്ലോ, പറച്ചിലുണ്ട്, എന്തോ ചേരെ തിന്ന് നാട്ടിൽ ചെല്ലുമ്പം അതിൻ്റെ അർത്ഥം പിടികെട്ടിയല്ലോ എന്താണെന്ന്. അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ കൾച്ചർ മതി പാസ്റ്റർ. നോ, നമുക്കൊറ്റ കൾച്ചറേ ഉള്ളൂ, അതാണ് സ്വർഗീയ കൾച്ചർ. ഹല്ലേലൂയ. നമുക്ക് സ്ഥലം മാറുന്നതിനനുസരിച്ച് മാറുന്നതല്ല ദൈവിക പ്രമാണം. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കണേ. സ്തോത്രം. എവിടെയായാലും നമുക്കൊറ്റ കൾച്ചറേ ഉള്ളൂ, അത് ദൈവവചനത്തിന്റെ കൾച്ചറാ. ആമേൻ. അത് മുറുകെ പിടിക്കണം, അത് മുറുകെ പിടിക്കണം. അതിന് കോട്ടം വരുത്തരുത്. സാഹചര്യം ഇന്ന് നമുക്കറിയാം, ഇന്ന് നമ്മുടെ ബ്രദർ ലിജോയ് പറഞ്ഞതുപോലെ അല്ലെ വചനത്തെയൊക്കെ അല്ല സ്തോത്രം കളങ്കം ചേർത്തുന്ന, വചനത്തിനൊക്കെ മായം ചേർത്ത് അല്ല ഒരു മണ്ഡലത്തിലേക്കൊക്കെ കാലം മാറിക്കൊണ്ടിരിക്കുക. എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ച് ഉപദേശത്തെയൊക്കെ കാറ്റിപ്പറപ്പിക്കുന്ന ഇല്ല. ദൈവം നമുക്ക് തന്നൊരു വെളിപ്പാടുണ്ടെങ്കിൽ, ദൈവം നമുക്ക് തന്നൊരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ, ദൈവം നമുക്ക് തന്നൊരു ഉപദേശമുണ്ടെങ്കിൽ, കർത്താവ് തന്ന ഒരു വചനമുണ്ടെങ്കിൽ അത് മുറുകെ പിടിക്കണം, അത് മുറുകെ പിടിക്കണം. അങ്ങനെയെങ്കിൽ ഡിവൈൻ ഇൻക്രീസിന്റെ അടുത്ത കാര്യമാണ് ഭക്തി മുറുകെ പിടിക്കുക. അടുത്ത ഒരെണ്ണം കൂടെ പറയാം. ഷെയറിംഗ് ഈസ് ദ അനദർ സ്റ്റെപ്പ് ഫോർ ദി ഡിവൈൻ ഇൻക്രീസ്. ഷെയറിംഗ് വായിച്ച് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം
അതിൻ്റെ 1-ാം വാക്യം. നമ്മുടെ സ്തോത്രം ഉപവാസ പ്രാർത്ഥനയിൽ സ്തോത്രം പാസ്റ്റർ എബിൻ ഒന്ന് ടച്ച് ചെയ്ത് വിട്ടതാണ്. അതിലേക്കൊന്ന് വരാം. ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലിശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലിശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയില്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് മതി. പാത്രങ്ങളിലൊക്കെയും പകരുക, പകരുക, പകരുക. വർധനയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്ന അടുത്ത ഘടകമാണ് പകരുക, ഷെയറിങ്. ഓക്കെ, ഇവിടെ ഈ പശ്ചാത്തലം നമുക്കറിയാം. ഈ സ്ത്രീയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് നമുക്കവിടെ കാണുന്നത്, അല്ലേ? അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? എല്ലാം നഷ്ടപ്പെട്ട് ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ അങ്ങ് പറയുക, ഓരോന്നിൽ പോകുന്നില്ല. മക്കൾ പോലും നഷ്ടപ്പെടും എന്ന നിലയിൽ എന്ത് ചെയ്തിരിക്കുക? എത്തി വന്ന് നിൽക്കുക. ഇവിടെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ജീവിതത്തിന് ഇനി ഒരു മാർഗവും അവളുടെ മുന്നിൽ കാണുന്നില്ല. ഒറ്റ മാർഗവും ഇല്ല, ഇനി പ്രതീക്ഷയൊന്നുമില്ല. എങ്ങനെയാ? ആകെ ഭർത്താവ് പോയി, പിന്നെ അത്താണിയായിരുന്ന നോക്കിപ്പാർത്തിരുന്ന 2 മക്കളാ. പഴയ നിയമ പ്രമാണം അനുസരിച്ച് കടങ്ങൾ വീടുവാൻ അല്ലെങ്കിൽ ആ ഒരു തലത്തിൽ മക്കളെ അടിമകളാക്കി കൊണ്ടുപോകാൻ ഒരു പ്രമാണം അല്ലെങ്കിൽ ഒരു രീതി നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥിതി ഈ സ്ത്രീക്ക് സംഭവിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ എന്നിട്ട് അവൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൾ എലീശയോട് എന്ത് ചെയ്തു? എലീശയോട് നിലവിളിച്ചു, അല്ലേ? സ്തോത്രം. ഈ സ്ത്രീ താൻ കടഭാരത്തിൽ തൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് ഇവൻ മക്കൾ പോലും നഷ്ടപ്പെടുമെന്ന മണ്ഡലത്തിൽ എത്തിച്ചേർന്നപ്പോൾ നേരെ എങ്ങോട്ടാ പോയേ? എലീശയുടെ. എന്തിനാ എലീശയുടെ അരികെ പോയേ? എന്തിനാ പോയേ? എലീശയുടെ അരികെ പോയ വല്ലതും കിട്ടുമോ? പുള്ളി അങ്ങനെയൊക്കെയാ ജീവിക്കുന്നത്. പിന്നെ എലീശയുടെ അരികിലേക്ക് പോയെന്താ? ദൈവപുരുഷനായതുകൊണ്ട് ദൈവത്തോട് ആലോചന ചോദിക്കാനോ? അല്ല. അപ്പോ ഇവിടെ ഈ എലീശയുടെ അരികിലേക്കാണ് പോയത്. കാരണം തനിക്ക് സ്വയമായി ചെയ്യാൻ ഒന്നുമില്ല. പിന്നെ താൻ തൻ്റെ ലീഡറായ പ്രവാചകനായ എലീശയുടെ അരികിലേക്ക് വരിക. ഓക്കെ, കാരണം അവൾക്കറിയാം എലീശയ്ക്ക് എന്നെ ഭൗതിക മണ്ഡലത്തിൽ സഹായിക്കാൻ കഴിയത്തില്ലെങ്കിലും ചില നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ചില മാർഗനിർദ്ദേശങ്ങൾ തരാൻ എലീശയ്ക്ക് കഴിയും. കാരണം ഈ ഒരു ചിന്ത അവളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സ്തോത്രം, എന്തെങ്കിലും പോംവഴി ആര് പറഞ്ഞു തരും? എലീശ പറഞ്ഞു തരും. അവൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അവളുടെ കാര്യത്തെ നടത്തി തരുന്നില്ല, പക്ഷെ എന്തെങ്കിലും ഒരു പോംവഴി, ഒരു ഡിവൈൻ ഗൈഡൻസ് അവൾക്ക് ലഭിക്കുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു. അതിനാ നേരെ ദൈവപുരുഷന്റെ അരികിലേക്ക് പോയത്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ വിവിധ മേഖലകളിൽ നമ്മൾക്ക് ഗൈഡൻസ് തരുമെങ്കിലും ഒരു ദൈവപുരുഷന്റെ ഗൈഡൻസ് പലപ്പോഴും ആരായുന്നത് നല്ലതാ. ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ നിങ്ങളെക്കാൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തലത്തിലുള്ളൊരു സഹായമോ മറ്റോ ആയിരിക്കത്തില്ല അവർ ലഭിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ ദൈവത്തിനാൽ നിയോഗിക്കപ്പെട്ട അവർ തരുന്ന ചില മാർഗനിർദ്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറും. സ്തോത്രം. അപ്പോൾ ഇവിടെ ഈ സ്ത്രീ എലീശയുടെ അരികിലേക്ക് വന്നിട്ട് പറയുകയാണ്, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ്. ശ്രദ്ധിച്ചേ, അവനെ കുറിച്ചുള്ള സാക്ഷ്യമാ. ആരെ കുറിച്ചാ? തൻ്റെ ഭർത്താവിനെ കുറിച്ച് പറയുക. നിന്റെ ദാസൻ ആരായിരുന്നു എന്നാ? നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന്. ഇത് ആരോടാ ചോദിക്കുന്നേ? ഓക്കെ, എലീശയോട് വന്ന് ചോദിക്കുക, നിനക്കറിയാമല്ലോ, അല്ലേ? അപ്പം ഇവക്ക് ഒരു കാര്യം അറിയാം, എൻ്റെ ഭർത്താവ് ഭക്തനാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെ കൂടാതെ എൻ്റെ ഭർത്താവ് ഭക്തനാണെന്ന് അറിയുന്ന ഒരുവനും കൂടെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അപ്പോൾ
ഈ നിങ്ങളുടെ ജീവിതത്തിലും ഭാര്യ ദൈവഭക്തിയാണെന്നും ഭർത്താവ് ദൈവഭക്തനാണെന്നൊക്കെ ഭാര്യയ്ക്കും ഭർത്താവിനും അറിയാമെങ്കിലും ഇതൊക്കെ അറിയാവുന്ന ഒരാളും കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. സ്തോത്രം. ഈ കല്യാണാലോചന വരുമ്പോഴേ, ഒരു സഭയിൽ കല്യാണാലോചന വരുമ്പോഴേ, മറ്റുള്ളവർ പുറത്തുനിന്നുള്ളവരെ ആലോചനയൊക്കെ ആണെങ്കിൽ മുന്നേ ആരെ വിളിക്കുമെന്ന് അറിയാമോ? ഹലോ പറഞ്ഞേ. പാസ്റ്ററെ വിളിക്കും. പാസ്റ്ററെ വിളിച്ചിട്ട് ചോദിക്കുന്നത് അവർക്ക് സാമ്പത്തികം ഉണ്ടോയെന്നല്ല ചോദിക്കുന്നത്. എന്തിനാ പാസ്റ്ററെ വിളിക്കുന്നത്? ഹലോ പറഞ്ഞേ. അപ്പം പാസ്റ്റർ സർട്ടിഫിക്കേഷനാണ് ഒരുവൻ്റെ സ്പിരിച്വൽ ലൈഫിനെ കുറിച്ച് മറ്റുള്ളവർ ആരായുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഏതൊരു പാസ്റ്ററിനും തൻ്റെ സഭയിൽ കൂടുന്ന വിശ്വാസികളുടെ ആത്മീയ നിലവാരത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. ഹലോ, ഇവിടെ നിങ്ങൾ ഇരിക്കുമ്പോഴും നിങ്ങളുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ഏറെക്കുറെ ധാരണ എനിക്കുണ്ട്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി നിങ്ങളുടെ ആത്മീയ നിലവാരം. അപ്പം ഇതുപോലെ കോള് പലതും വരുന്നുണ്ട്. വരുമ്പോൾ എനിക്ക് വല്ലതും സർട്ടിഫിക്കേഷൻ ചെയ്യണം. ഇനി അല്ലെങ്കിൽ നാളെ വരും. അതൊക്കെ ഓർത്ത് വേണം ഇരിക്കാൻ. കാരണം എല്ലാം വളർന്നുകൊണ്ടിരിക്കുക. വേറെ എങ്ങും പോകത്തില്ല, അങ്ങറ്റെങ്ങും ചോദിക്കത്തില്ല. നേരെ എന്നെ വിളിച്ചിട്ടുള്ളൂ, എന്നെ വിളിക്കത്തുള്ളൂ. അപ്പോ ഇവിടെ എവൻ ഭക്തനാണെന്ന് എനിക്കറിയാം, എന്നെ കൂടാതെ നിനക്കും അറിയാമല്ലോ. ഇന്ന് പകൽക്കാലം മറ്റൊരു ചോദിക്കണം, പാസ്റ്റർ എന്നെക്കുറിച്ച്, എൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് പാസ്റ്റർ എന്ത് പറയും? ദൈവം പറയുന്നു, ദൈവത്തിനറിയാം. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് കേസ്. പക്ഷേ എന്നെ ശുശ്രൂഷിക്കുന്ന എൻ്റെ സഭയിലുള്ള എൻ്റെ പാസ്റ്റർ എൻ്റെ ആത്മീയ നിലവാരത്തെക്കുറിച്ച്, എൻ്റെ ഭാര്യയെക്കുറിച്ച്, എൻ്റെ ഭർത്താവിനെ, ഇവിടെ എന്തൊരു കോൺഫിഡൻ്റ് അവൾ പറയുന്ന നോക്കി. നിന്റെ ദാസനായി എൻ്റെ ഭർത്താവ് യഹോവ ഭക്തനാണെന്ന് നിനക്കറിയാമല്ലോ. നിനക്കറിയാം. ആ ധൈര്യം നോക്കിക്കേ. സ്തോത്രം. അപ്പോൾ അവൾ നല്ല സാക്ഷ്യം ഉള്ളവളായിരുന്നു. യഹോവ ഭക്തനാണ്. അപ്പോൾ ഇവിടെ ഈ മനുഷ്യൻ യഹോവ ഭക്തനായിരുന്നു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, ഇവനൊരു കടമുണ്ട് അല്ലേ? ജീവിക്കാൻ വേണ്ടി ആയിരിക്കാം. അന്നത്തെ കാലത്ത് വലിയ നന്മയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്നാൽ ഈ സ്ത്രീയുടെ അവസ്ഥ ഇപ്പോൾ, ആ ഭർത്താവ് മരിച്ചു, ഇപ്പോൾ കൂടെയുള്ള 2 ആൺമക്കളും അവരെയും കൂടെ പിടിച്ചു പോകാൻ വന്നിരിക്കുക അല്ലേ? പിടിച്ചു കൊണ്ടുപോകാൻ ഒരു ഡേറ്റും തീരുമാനിച്ചു വെച്ചിരിക്കുക. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് വായ്പ മടക്കി കൊടുക്കുവാൻ കഴിവില്ലാത്തവരെയും അവരുടെ മക്കളെയും അടിമകളാക്കി കൊണ്ടുപോകുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇതാണ് ഈ സ്ത്രീയുടെ അവസ്ഥ. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ, പുത്രന്മാരെയും ഇപ്പോൾ നഷ്ടപ്പെടുമെന്ന അവസ്ഥയിൽ ആയിരിക്കുന്ന ഒരു സ്ത്രീ. സ്തോത്രം. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ എലീശ അങ്ങോട്ട് ചോദിക്കുക. എന്താ ചോദിച്ചേ? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഇത് വല്ലാത്തൊരു ചോദ്യമാ. തൻ്റെ ഇല്ലായ്മ പറയാനാ അല്ലേ? എൻ്റെ കൈ ഒന്നുമില്ല എലീശ എന്ന് പറയാനാ എവിളിഞ്ഞോട്ട് വന്നേ. അപ്പം വന്നവളോട് എലീശ എന്തോ തിരിച്ചങ്ങോട്ട് ചോദിച്ചേ, നിന്റെ കൈ എന്തോ ഉണ്ടെന്ന്. ഇതൊരു വല്ലാത്ത ചോദ്യമായി എലീശ തിരിച്ചു ചോദിച്ചത് അല്ലേ? അപ്പം ഒന്നുമില്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്. പക്ഷെ എലീശ തിരിച്ചു ചോദിക്കുക, വാട്ട് യു ഹാവ്? അവൾ കാര്യം പറഞ്ഞു. അതിനുശേഷം 4-ാമത്തെ വാക്യത്തിലേക്ക് വന്നാൽ എലീശ മറുപടി പറയാ, നീ ചെന്ന് പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന്. മതി, ശ്രദ്ധിച്ചേ. നീ പോയി വായ്പ വാങ്ങി പാത്രങ്ങളൊക്കെ കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ബിഫോർ ഷെയറിങ് യു ഹാവ് ടു ഡു വൺ തിങ്സ്. നീ ഭവനത്തിനകത്തോട്ട് കയറി വാതിൽ അടയ്ക്കണം. എഗെയിൻ സെപ്പറേഷൻ. പകർച്ചയുടെ അടുത്ത പകരമാ. നീ എലീശയ്ക്ക് വേണമെങ്കിൽ പറയായിരുന്നു, നീ കഥ അടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ നീ കഥ കടച്ച് അകത്തോട്ട് കയറണം. പിന്നെ ലോകം നിന്റെ അകത്തോട്ട് കയറരുത്, പിന്നെ സമൂഹം നിന്റെ അകത്തോട്ട് കയറരുത്, നിന്റെ അയൽക്കാർ പാത്രം തേടി നിന്റെ അകത്തോട്ട് വരരുത്. കാരണം നീ കഥ കടച്ച് പകരാൻ തുടങ്ങണം. ഇന്ന് പകൽക്കാലം ദൈവമക്കളോട് ഞാൻ ദൂതായി വിളിച്ച് പറയാം, ഹല്ലേലൂയ. അല്ല, നിന്റെ ജീവിതത്തിൽ ചില പകർച്ചകൾ നടക്കുന്നത് നീ ഏകനായി അകത്തിരിക്കുമ്പോഴാ.
ഹല്ലേലൂയ. അത് സമൂഹത്തിനകത്ത് വെച്ചല്ല, സഭയ്ക്കകത്ത് വെച്ചല്ല, നീ മുറിക്കകത്ത് കയറി കതവടയ്ക്കുമ്പോൾ ചില പകർച്ചകൾ നടക്കും. ഹല്ലേലൂയ. അല്ല, ഇന്ന് പകൽക്കാലം ആ ദൂത് എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? അല്ല, നീ അകത്തോട്ട് കയറി കഥ കടച്ച് നീ പകരാൻ തുടങ്ങിയാൽ എന്ത് പകരണം? കർത്താവിന്റെ സന്നിധി നിന്ന് പകർന്നു നോക്കിക്കേ, കർത്താവിന്റെ സന്നിധി നിന്ന് കരഞ്ഞു നോക്കിക്കേ, കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. നീ പ്രതീക്ഷിക്കാത്ത, നിൽക്കാൻ കഴിയാത്ത, നിർത്താൻ കഴിയാത്ത ഒരു പകർച്ച, ഒരു വർധനവ് എന്റെ കർത്താവ് നിന്റെ കുടുംബത്തിനകത്ത് അയക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് എന്നോട് ചേർന്ന് ആമേൻ പറയാൻ കഴിയും? ഹല്ലേലൂയ. അല്ല, നീ പകരാൻ തയ്യാറായാൽ, ഇവിടെ പറഞ്ഞിരിക്കുന്നു സ്തോത്രം, അവൾ അകത്തോട്ട് കയറി പകരാൻ തുടങ്ങിയപ്പോൾ, അല്ല സ്തോത്രം, പകരിയ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? പകർന്നു. ഹല്ലേലൂയ. നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റി വെക്കുക എന്ന് പറഞ്ഞു. സ്തോത്രം. നിറഞ്ഞത് വാതിലടച്ച് അകത്തോട്ട് കയറി പകരാൻ പറഞ്ഞു. അവൾ ചെന്നു അകത്ത് കയറി കതകടച്ച് പകരാൻ തുടങ്ങി. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ തുടങ്ങിയപ്പോൾ ഓരോന്നോരോന്ന് നിറയുക. ഓരോ ശൂന്യമായ പാത്രങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരുന്നപ്പോൾ വർദ്ധിക്കുക, പിന്നെയും വർദ്ധിക്കുക. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, വർധനവന്റെ അടുത്ത തലമാണ് പകരുക. എന്ത് പകരണം? അല്ല, ദൈവസന്നിധി മുറിക്കകത്തോട്ട് കയറി നീ പ്രാർത്ഥന പകരണം കർത്താവിനോട്. നിന്റെ ആരാധന കർത്താവിനോട് സന്നിധി പകരണം. അല്ല, നിന്റെ സ്തോത്രം ഉപവാസം ഒന്ന് പകരണം. ദൈവസന്നിധി നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് ഹല്ലേലൂയ പകരും തോറും വർദ്ധിച്ചു കൊണ്ടിരിക്കുമെന്ന ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഡിവൈൻ ഇൻക്രീസിന്റെ അടുത്ത കാര്യം ഞാൻ പറയുന്നത്, അല്ല സ്തോത്രം, ഈ ഷെയറിംഗ്, പകരുക, പ്രാർത്ഥിക്കുക, ആരാധിക്കുക. അങ്ങനെയെങ്കിൽ നിൽക്കാത്ത ഒരു വർധനവ് കർത്താവ് നമുക്ക് നൽകി തരുവാനിടയായി തീരും. സ്തോത്രം. ഞാൻ ആ ഭാഗം പറഞ്ഞു, സമയമൊന്നും വിവരിക്കാനില്ലാത്തതുകൊണ്ട് ആ ഭാഗം പറഞ്ഞു വിടുകയാണ്. സ്തോത്രം. അടുത്ത കാര്യം, ആറാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓൾറെഡി നമ്മൾ ചിന്തിച്ചല്ലോ. സ്തോത്രം. അടുത്തതാണ് ഗിവിംഗ് ഈസ് ദി അനദർ സ്റ്റെപ്പ് ഓഫ് ഡിവൈൻ ഇൻക്രീസ്. ഗിവിംഗ്, ഓക്കെ, എന്ന് പറഞ്ഞാൽ കൊടുക്കുക. വായിച്ചേ, യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരാം. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം. യേശു തിബിരിയോസ് എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങൾ മതി. ആ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ഒരു ഭാഗമാണ്, ഞാൻ വിവരിക്കുന്നില്ല. ഓക്കെ. ഇവിടെ കാണുന്നത് സ്തോത്രം, അവൻ പടകിൽ കയറി എന്ത് ചെയ്തു? ഒരു ഏകാന്ത സ്ഥലത്ത് അക്കരെ പോയി. ഗന്നസരത്ത് തടാകത്തിന് അക്കരെ പോയി. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് ഗന്നസരത്ത് തടാകത്തിൻ്റെ ഇക്കരയാണ്. അവിടെ ഒരു വർധനവ് നടന്നു. ഇപ്പോൾ അവിടം കഴിഞ്ഞിട്ട് നേരെ കർത്താവ് പടക് കയറി ഗന്നസരത്ത് തടാകത്തിൻ്റെ അക്കരെ പോവുക. അപ്പോൾ പോകുന്നു എന്നറിഞ്ഞപ്പോൾ എന്താ ചെയ്തേ? വായിച്ചോ. രോഗികൾ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. യേശു മലയിൽ കയറി ശിഷ്യന്മാരോട്, അതിന് മുന്നേ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അനന്തരം യേശു തിബിരിയാസ് എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. വലിയൊരു പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. അവിടെ അതിന്റെ മറ്റൊരു ഭാഗത്ത് കാണുന്നത്, അവൻ ചെല്ലുന്നതിന് മുമ്പേ അല്ല സ്തോത്രം, പുരുഷാരം അവിടെ എത്തി. അന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാ, വചനം കേൾക്കുവാനുള്ള ആർത്തി. അപ്പോൾ അവിടെ ചെന്നിട്ട് അവൻ ചെയ്തിരിക്കുന്നത് എന്താ? അവനൊരു മലയിൽ കയറിയിരുന്നു. ഓക്കെ. മലയിൽ കയറിയിരുന്നപ്പോൾ പുരുഷാരമെല്ലാം അവൻ്റെ ചുറ്റും വന്നല്ലേ? എന്തിനാ? വചനം കേൾക്കാൻ പുരുഷാരം, സ്തോത്രം, അവൻ്റെ ചുറ്റും വന്നു. ആ പുരുഷാരം വചനം കേട്ടുകൊണ്ടിരിക്കുക. മർക്കോസിന്റെ 6:41 വാക്യം വായിക്കുമ്പോൾ, മർക്കോസിന്റെ 6:41 വായിച്ചേ. അവൻ ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി. നിൽക്കട്ടെ. അപ്പോൾ ഈ ജനം മുഴുവനും എന്ത് ചെയ്തു? വചനം കേൾക്കാൻ അവൻ്റെ അരികിലേക്ക് വരികയാ. ഓക്കെ. അങ്ങനെ വചനം കേട്ട് ഏകദേശം എത്ര നേരമായി? മർക്കോസിന്റെ സുവിശേഷം തോന്നുന്നു വൈകുന്നേരമായപ്പോൾ ആയിട്ടും അല്ലേ? മർക്കോസിന്റെ സുവിശേഷത്തിൽ അങ്ങനെ ഒരു ഭാഗമില്ലേ? പിന്നെ നേരം നന്നേ വൈകി. അപ്പൊ എത്ര നേരം അവരിരുന്നു? ഓൾ ഡേ ഈ ജനം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? വചനം കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ വിവരിക്കുന്നില്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിച്ചു. സ്തോത്രം. മടുപ്പില്ലാതെ വചനം കേൾക്കാൻ കൊതിയോടിരുന്ന ജനം. ഓക്കെ. എന്നിട്ട് ശിഷ്യന്മാർ വന്നിട്ട് യേശുവിനോട് പറയുക, യേശുവേ, നീ അവരെന്ത് ചെയ്യണം? നീ പറഞ്ഞു വിടണം, ഇവരെ പറഞ്ഞു വിടണം. കാരണം ഇവര് ഇത്രത്തോളം
വചനം കേട്ട് രാത്രിയായി. ഇനി അവർ ഇവിടെ ഇരുന്നാൽ നിങ്ങൾ തളർന്നു പോകും. അതുകൊണ്ട് നീ ചെയ്യേണ്ട ഒരു കാര്യം, ഇവരെ ഭക്ഷണം കൊടുക്കുവാൻ വേണ്ടി അവരെ പറഞ്ഞു വിടണം. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ തന്നെ ഇവർക്ക് കൊടുക്കുവീൻ. ഹല്ലേലൂയ. അങ്ങനെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഇവർക്കറിയാം ഇവരുടെ കയ്യിൽ ഒന്നുമില്ല. അതും കൂട്ടാഞ്ഞ് ഇവർ കണക്കും കൂടെ കൂട്ടാം. ഇവർ മിടുക്കന്മാരാ, കണക്കും കൂടെ കൂട്ടാൻ മിടുക്കന്മാരാ. എന്നിട്ട് അവർ പറഞ്ഞു, കർത്താവേ, 200 വെള്ളിക്കാശിന് മേടിച്ചാൽ പോലും ഈ പുരുഷാരത്തിന് കൊടുക്കാൻ തികയത്തില്ല. അത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അതിന് ശേഷം സ്തോത്രം, എന്നിട്ട് കർത്താവ് അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? ലോജിക്കായിട്ടൊരു ചോദ്യമൊന്നുമല്ല ചോദിച്ചത്, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? അപ്പോൾ ഇവിടെ ഈ ശിഷ്യന്മാര്, എൻ്റെ ചിന്തയിൽ അപ്പോൾ ശിഷ്യന്മാര് മൊത്തത്തിൽ ചോദിച്ചു കാണും, പുരുഷാരെല്ലാം ഇരിക്കலைയോ, ആരുടെയെങ്കിലും കയ്യിൽ അപ്പം ഉണ്ടോ? മൊത്തത്തിൽ ചോദിച്ചു കാണും, ആരുടെയെങ്കിലും കയ്യിൽ അപ്പം ഉണ്ടോ? ആരും മിണ്ടുന്നില്ല. അപ്പോഴുണ്ട് ഒരു ബാലകൻ ഓടി വരിക അവൻ്റെ സഞ്ചിയും കൊണ്ട്. അവൻ പറഞ്ഞു, എൻ്റെ കയ്യിലുണ്ട്. ശ്രദ്ധിച്ചേ, അതൊന്ന് ഇമാജിൻ ചെയ്തേ. പുരുഷാരം കൂടി നിൽക്കുക. യേശു അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചേ, ഇവിടെ യേശു അവരോട് ചോദിക്കുക, നിങ്ങളുടെ കയ്യിൽ എത്ര അപ്പമുണ്ട്? ശിഷ്യന്മാരുടെ കയ്യിൽ ഒറ്റ അപ്പമില്ല. അവർ ഒച്ചത്തെ വിളിച്ച് പുരുഷാരത്തോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യിൽ അപ്പമുണ്ടോ? എല്ലാവരും പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ആരും ഒന്നുമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ബാലകൻ ഓടി വരിക. അവൻ്റെ കയ്യിൽ എന്തുണ്ട്? അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ? സ്തോത്രം, വലുതുണ്ട്. ഉടനെ ഒരു ബാലകൻ അവൻ്റെ കയ്യിൽ ബാഗിൽ ഒരു ബാഗ്, ഒരു തോൾ സഞ്ചിയൊക്കെ ഉണ്ടെന്ന് ഇരിക്കട്ടെ, ഈ സഞ്ചിക്കകത്ത് പൊതിഞ്ഞ്, ഇന്നത്തെ നമ്മുടെ നാട്ടിലെ വാഴയിലോ പേപ്പറിലോ ഇവിടെ അല്ലേ ഫോയിൽ പേപ്പറിനൊക്കെ എന്തോ അതിന് പറയുന്നത്, അതിനകത്തൊക്കെ പൊതിയുന്നത്. അവിടെ അന്നത്തെ കാലത്ത് ഞങ്ങളൊക്കെ ചോറ് സ്കൂളിൽ കൊണ്ടുപോകുന്നത് എങ്ങനെയായിരുന്നു അറിയാമോ? വാഴയിലേക്ക് വാട്ടി ചോറൊക്കെ കെട്ടിയേ കൊണ്ടുപോയിട്ടുള്ള എന്നുള്ളത് അല്ലേ? സ്തോത്രം. എന്ന് പറയുന്നത് പോലെ യവൻ്റെ കയ്യിൽ പൊതിഞ്ഞ 5 അപ്പവും 2 മീനും ഉണ്ട്. ആർക്ക് വേണ്ടി കഴിക്കാനുള്ളതാ? ഈ പയ്യന്. രാവിലെ മുതൽ വന്നതല്ലേ, അമ്മയും അപ്പയും കൊടുത്തു വിട്ടതായിരിക്കാം. സ്തോത്രം. പക്ഷെ ഒരു കാര്യം ഉണ്ടായി, ശ്രദ്ധിച്ചു നോക്കണേ. രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്നിട്ടും യവൻ ഇതിളക്കിയില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ വരാഞ്ഞിരിക്കുക പൊതി കഴിക്കാൻ. വീട്ടിൽ നിന്ന് ചിപ്സും കാര്യങ്ങളുമായിട്ടാണ് വരുന്നേ. വന്ന് ഇതിനകത്തോട്ട് കയറുമ്പോഴേ പൊട്ടിക്കാൻ തുടങ്ങും. വൈകിട്ട് വരെ ഉണ്ട്, ഉച്ച വരെ പോണ്ട, അതിന് മുന്നേ നമ്മൾ പൊട്ടിക്കും. എന്നാൽ ഈ ബാലകന്റെ കയ്യിൽ വൈകിട്ട് വരെ ഇരുന്നിട്ടും ഇവൻ തൊട്ടില്ല, ഇവനത് അഴിച്ചില്ല. കാരണം ഇനി രണ്ടാമതൊരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചേ. ഇവിടെ പറഞ്ഞിരിക്കുന്നു, അവിടെ ഒരു ബാലകൻ ഉണ്ടായിരുന്നു. അപ്പം ഈ വചനം കേൾക്കാൻ ഇരുന്നവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? അപ്പൻ്റെ അമ്മയുടെയും കൂടെ ആരുണ്ട്? ബാലകനും ഉണ്ട്. ശ്രദ്ധിച്ചേ, അപ്പൻ്റെ അമ്മയുടെയും കൂടെ വചനം കേൾക്കാൻ ബാലകനും ഉണ്ട്. അവൻ ഒരു യൂത്താണ്, അവനും ഉണ്ട് അവിടെ. സ്തോത്രം. അപ്പം അപ്പനും അമ്മയും വചനത്തിനല്ല പോന്നേ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ അവിടെ കയറി വന്നേക്കുന്നേ. ആമേൻ. വചനം കേൾക്കാൻ. അപ്പോൾ ഈ ബാലകൻ ഇവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് ഇവിടെ കാണുന്നത്, ഈ ബാലകൻ ഇതെടുത്ത് ആർക്ക് കൊടുത്തു? ശിഷ്യന്മാരായി കൊടുത്തു. അവൻ്റെ മനസ്സ് നോക്കണം, എത്ര നല്ല മനസ്സാ. നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മുടെ കാര്യം കഴിഞ്ഞിട്ടേ നമ്മൾ കൊടുക്കത്തുള്ളൂ. വിശന്നിരിക്കുകയെന്നിരിക്കട്ടെ, വിശന്നിരിക്കുകയെന്ന് നോക്കട്ടെ, ഞാൻ സ്റ്റെല്യൂനെ അല്ല നോക്കിയേ, വിശന്നിരിക്കുക. നമ്മൾ കഴിച്ചിട്ടേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? യു ഡോണ്ട് ഷെയർ ചെയ്യോ? യു ഷെയർ? ഓക്കെ, ഷെയർ ഇടണം. ഈ ബാലനെ കണ്ടു പഠിക്കണം കേട്ടോ. 5 അപ്പം കൊടുത്ത ബാലകനെ കണ്ടു പഠിക്കണം. അവൻ്റെ കൈ രാവിലെ വരെ വൈകിട്ട് വരെ ഇരുന്നിട്ടും വിശന്നിരുന്നിട്ടും കർത്താവ് ചോദിച്ചപ്പോൾ അങ്ങോട്ട് കൊടുത്തു. മനസ്സിലായോ? അതല്ലാതെ എന്ന് പറയത്തില്ല. സ്തോത്രം. അപ്പോൾ ഇവിടെ ഈ ബാലകൻ കൊടുത്തു, യേശുവിൻ്റെ കൈ കൊടുത്തു. അപ്പം ഒരു വ്യക്തിക്ക് പോലും, അപ്പോൾ ഈ ഒരു ബാലകൻ്റെ ഭക്ഷണം എത്രമാത്രം കാണും? ഒരു അഡൾട്ട്സിന് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടോ? അത് ഇല്ല. ഒരു ബാലകന്, കൊച്ചു പയ്യന് കഴിക്കാനുള്ള ഭക്ഷണം. പക്ഷേ അത് യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യുക? വർദ്ധിക്കുക. യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ വർദ്ധിക്കുക. അപ്പോൾ
അവിടെ ശ്രദ്ധിച്ച് നോക്കിയേ, യേശുവിൻ്റെ കൈ കൊടുത്തു, യേശു അപ്പം എടുത്തു, വാഴ്ത്തി ശിഷ്യന്മാരിലേക്ക് കൊടുക്കുക. ശിഷ്യന്മാർ ഈ എനിക്ക് തോന്നുന്ന 12 കൊട്ടയന്മാർ കൊണ്ടുവന്നെന്ന് തോന്നുന്നു. ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ പിന്നെ അവിടെ കൊട്ടയില്ലല്ലോ. അവസാനം പറഞ്ഞിരിക്കുന്നത് എങ്ങനെ? 12 കൊട്ട. അപ്പോൾ ഇവരെല്ലാം എപ്പോഴും ഉണ്ട്, ചെറിയൊരു കരുതൽ അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ 12 കൊട്ട ഈ കൊടുക്കും തോറും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നിങ്ങൾ ആ പിക്ചർ കണ്ടിട്ടുണ്ടോ? ജീസസ് ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ? കർത്താവ് ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കും തോറും ഇതിനകത്ത് എടുത്ത് മാറ്റും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കൊടുക്കുന്നതിനനുസരിച്ച് ഇൻക്രീസാണ്. ശ്രദ്ധിച്ചോ, കൊടുക്കുന്നത് പോലെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ. കൊടുക്കുന്നതിനനുസരിച്ച് ഇൻക്രീസ് ആവും കേട്ടോ. അപ്പോൾ കൊടുക്കുമ്പോഴാണ് ഇൻക്രീസ് ആവുന്നത്. ഹലോ, കൊടുക്കുമ്പോഴാണ് ഇൻക്രീസ് ആവുന്നത്. അപ്പം ഇത് കൊടുക്കും തോറും യേശു കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം കൊടുക്കുന്നതിനനുസരിച്ച് കൊട്ടേ തീരുന്നില്ല. കൊട്ടേ തീർന്നോ? കൊട്ടേ തീർന്നില്ല. പക്ഷേ ജനത്തെല്ലായിടത്തും കൊടുത്ത് തൃപ്തിയായിട്ടും കൊട്ടയിൽ എന്ത് ചെയ്തിട്ടില്ല? തീർന്നില്ല. പക്ഷെ ഒരു കാര്യം സംഭവിച്ചു, വർധനവ് നിന്നു. അവസാനം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? അവസാനം എല്ലാവരും തിന്ന് തൃപ്തിയായിട്ട് 12 കൊട്ട നിറച്ചെടുത്തു. സ്തോത്രം. അപ്പോൾ നിറച്ചെടുത്തിട്ട് എനിക്ക് ചില സങ്കടം തോന്നി. വാസ്തവത്തിൽ ആ പയ്യനത് കൊടുത്തു വിടേണ്ടിയായിരുന്നു. കാരണം അവൻ കൊടുത്തിയല്ലേ. പക്ഷെ ആ യേശു അവതല്ല ചെയ്തേ. എന്താ ചെയ്തു? ഇത് ആരാ കൊണ്ടുപോയേ? ആര് കൊണ്ടുപോയി? ശിഷ്യന്മാർ കൊണ്ടുപോയി. ആമേൻ, സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, അപ്പം കൊടുത്ത മണ്ഡലത്തെ വർദ്ധിപ്പിച്ച ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കൊടുക്കുന്നവരെയാണ് ദൈവം വർദ്ധിപ്പിക്കുന്നത്. എന്ത് തന്നെ ആയാലും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ അവൻ വർദ്ധിപ്പിച്ചു തരും. എന്തുകൊണ്ടാണ് വർദ്ധിക്കാത്തതെന്ന് അറിയാമോ? എവിടെയെങ്കിലും വർധനവ് വരുന്നില്ലെങ്കിൽ ഓർത്തോണം, ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുക. ഹലോ, എവിടെയെങ്കിലും വർദ്ധിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് വർധന വന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്പോഴും നമ്മൾ ചിലതൊക്കെ ഹോൾഡ് ചെയ്തിരിക്കുക. ആമേൻ, സ്തോത്രം. ദൈവം നമുക്ക് കഴിവുകൾ തന്നിട്ടുണ്ട്, താലന്തുകൾ നൽകിയിട്ടുണ്ട്, കൃപകൾ നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ദൈവകരങ്ങളിലേക്ക് കൊടുത്താലാ വർദ്ധിച്ചു വരുന്നത്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഒരു വർധന ഉണ്ടാകണമെങ്കിൽ ആലയത്തിൽ കൊടുക്കണം. മലാഖിയുടെ പ്രവചനത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്. സ്തോത്രം. മലാഖി പ്രവചനത്തിൻ്റെ ഹല്ലേലൂയ അതിൻ്റെ 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്ന, ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം നിങ്ങളെ അനുഗ്രഹിക്കും. എന്തൊരു മൊത്തം വായിക്കല്ലേ, ഇതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം നമ്മെ അനുഗ്രഹിക്കും. നമുക്കെല്ലാവർക്കും സ്തോത്രം എന്ന് പറയാൻ പറ്റും. പക്ഷെ അടുത്ത ഭാഗം കൂടെ ശ്രദ്ധിക്കണം. എന്താ ചെയ്യണേ? ഇതിനാൽ എന്നെ പരീക്ഷ. ഏതിനാലാ? നീ എന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. കർത്താവിനെ പരീക്ഷിക്കാൻ വേറെ എങ്ങും പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കർത്താവിനെ പരീക്ഷിക്കാൻ? പറഞ്ഞിട്ടില്ല. കർത്താവിനെ പരീക്ഷിക്കാൻ പറഞ്ഞ ഒറ്റ ഭാഗമേ ഉള്ളൂ. അത് കർത്താവിന് കൊടുക്കുന്നതിനകത്താണ്. ഹല്ലേലൂയ. ഇനി ഞാൻ ചോദിക്കട്ടെ, വാസ്തവത്തിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചിട്ടുണ്ടോ? അങ്ങനെ പരീക്ഷിച്ച് നോക്കിയേ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ലഭിച്ച് കയ്യിൽ ഇരിക്കുമ്പോൾ കൊടുക്കുന്ന കാര്യമല്ല ഞാനീ പറയുന്നേ. നമ്മുടെ നീക്കിയിരിപ്പെല്ലാം മാറ്റിവെച്ചിട്ട് കൊടുക്കുന്ന കാര്യമല്ല പറയുന്നത്. എല്ലാം കിടക്കുമ്പോൾ മുന്നമേ നീ കർത്താവിന് കൊടുത്ത കർത്താവിനൊന്ന് പരീക്ഷിക്കണം. അവിടെയാ ദൈവം ഇൻക്രീസ് ചെയ്യുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ദശാംശത്തെക്കുറിച്ചാണ് അല്ലേ? ആ വാക്യമൊക്കെ നിങ്ങൾ വായിക്കാറുണ്ടോ? വായിച്ചിട്ടുണ്ടോ ആ ഭാഗം? ഹലോ, എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുമല്ലോ. ഇന്ന് പകൽക്കാലം ജീവിതത്തിന്റെ ഏതെങ്കിലും is talking about the material aspects of the life. Okay, എവിടെയെങ്കിലും ഒരു വർധനവ് പ്രതീക്ഷിക്കുന്നെങ്കിൽ give that make you increase. ഇൻക്രീസിങ്ങിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ഗിവിങ്. ഞാൻ പറഞ്ഞങ്ങ് നിർത്തിയ അടുത്ത ഒരു കാര്യം കൂടെ പറയാം. വർധനവിനുണ്ടാകുന്ന അടുത്ത കാര്യം ബി ഫ്രൂട്ട്ഫുൾ. ഫലം കായ്ക്കുന്നവരായി തീരുക എന്നുള്ളതാണ്. സ്തോത്രം. യെഹെസ്കേലിന്റെ പ്രവചനം 36-ാം അധ്യായം. യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായം അതിന്റെ 8 മുതൽ. സമയം പോകുന്നു വേഗത്തിൽ. 8 മുതൽ താഴോട്ടൊന്ന് വായിച്ചോ. നിങ്ങളോ
ഇസ്രായേൽ പർവ്വതങ്ങളെ, എന്റെ ജനമായ ഇസ്രായേൽ വരുവൻ അടുത്തിരിക്കെ കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്പീൻ. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് തിരിയും. നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും. ഞാൻ നിങ്ങളിൽ മനുഷ്യരെ ഇസ്രായേൽ ഗൃഹം മുഴുവനെയും തന്നെ വർദ്ധിപ്പിക്കും. പട്ടണങ്ങളിൽ നിവാസികൾ ഉണ്ടാകും. ശൂന്യ പ്രദേശങ്ങളെയും പണിയും. ഞാൻ നിങ്ങളിൽ മനുഷ്യരെയും മൃഗങ്ങളെയും വർദ്ധിപ്പിക്കും. അവർ പെരുകി സന്താനപുഷ്ടിയുള്ളവരാകും. ഞാൻ നിങ്ങളിൽ പണ്ടത്തെ പോലെ ആളെ പാർപ്പിക്കും. നിങ്ങളുടെ ആദ്യകാലത്തുണ്ടായിരുന്നതിനേക്കാൾ അധികം നന്മ ഞാൻ നിങ്ങൾക്ക് ചെയ്യും. ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. ഞാൻ നിങ്ങളിൽ മനുഷ്യരെ മതി. അതിന്റെ 8-ാം വാക്യത്തിൽ നീ ഫലം അങ്ങനെ വാക്കില്ലേ? നിങ്ങളോ ഇസ്രായേൽ പർവ്വതങ്ങളെ, എന്റെ ജനമായ ഇസ്രായേൽ വരുവാൻ അടുത്തിരിക്കെ കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്ക്കുവീൻ. അങ്ങനെ നീ ഫലം കായ്ക്കുമെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വർധനവ് കർത്താവ് നിങ്ങൾക്ക് നൽകിത്തരും. നീ ഫലം കായ്ക്കുമെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിനക്ക് അനുകൂലമായിരിക്കും. നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ തിരിയും. നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും. ഞാൻ നിങ്ങളെ വർദ്ധിപ്പിക്കും. ഫലം കായ്ച്ചാൽ കർത്താവ് ഒരു വർധനവ് തരും. ഞാൻ ആ വാക്ക് അത്രയും പറഞ്ഞു നിർത്തുക, സമയമില്ലാത്തതുകൊണ്ട്. അടുത്ത ഒരു കാര്യം കൂടെ പറയാം, ഫെയ്ത്ത് ഡിക്ലറേഷൻ. അടുത്ത സ്റ്റെപ്പാണ് ഫെയ്ത്ത് ഡിക്ലറേഷൻ. യെഹെസ്കേൽ 37:10 വാക്യത്തിൽ പറയുന്നുണ്ട്, വായിക്കണ്ട. അവിടെ പറഞ്ഞിരിക്കുന്നു, അസ്ഥികൂടത്തിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് യെഹെസ്കേൽ പറയുന്നു, സ്തോത്രം, നീ വിളിച്ചു പറക. ഏറ്റവും വലിയൊരു സൈന്യമായി തീർന്ന് ഈ അസ്ഥികൂടങ്ങൾ നിവർന്നു നിന്നു. സ്തോത്രം. സൈന്യത്തിൻ്റെ ഒരു വർധനവ് അതിൻ്റെ 11-ാം വാക്യത്തിൽ കാണുന്നത്. ജനത്തിൻ്റെ അവസ്ഥ അറിയാം. ആദ്യ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, അവരുടെ അസ്ഥികൾ ഉണങ്ങി, അസ്ഥി ക്ഷയിച്ച്, അസ്ഥിയോട് ബന്ധം വിട്ട്, പ്രത്യാശ നഷ്ടപ്പെട്ട് തീരെ മുടിഞ്ഞിരിക്കുന്നൊരവസ്ഥയാണ്. അങ്ങനെ ഇരുന്ന അവസ്ഥയോട് കൽപ്പിച്ചപ്പോൾ ഒരു വർധനവ് സംഭവിച്ചു. ഞാൻ വേഗത്തിൽ നിർത്തുക. സ്തോത്രം. ഇതെല്ലാം നമ്മൾ ഫിസിക്കൽ ഡയമെൻഷനിലാണ് പറഞ്ഞത്. എന്നാൽ ഒരു സ്പിരിച്വൽ ഏരിയയിലും കൂടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഞാൻ നിർത്താം. നമുക്ക് ഇൻക്രീസ് നമ്മുടെ മണിയിലും പ്രോപ്പർട്ടിയിലും ഇൻക്രിമെൻറ്റിലും ഒന്നും അല്ല വേണ്ടത്. ബട്ട് വി നീഡ് ഇൻക്രീസ് ഇൻ ദ സ്പിരിച്വൽ ഏരിയാസ് ഓഫ് അവർ ലൈഫ്. ആത്മീക മണ്ഡലത്തിൽ ഒരു വർധന വേണം. ഏതെല്ലാം മേഖലകളിലാണ് ഞാൻ ആ വർദ്ധിക്കേണ്ട മണ്ഡലങ്ങളെ മാത്രം ഒന്ന് പോയിന്റ് വിവരിക്കാതെ ഏതൊക്കെ ഏരിയയിലാണ് ഒരു ദൈവ പൈതൽ വർദ്ധിക്കേണ്ടത് എന്നുള്ളത് ആ വാക്കുകൾ മാത്രം പറഞ്ഞ് ഞാൻ നിർത്താൻ താല്പര്യപ്പെടുക. ഒന്നാമത്തെ കാര്യം, 2 തെസ്സലോനിക്ക ലേഖനം 1:3 വാക്യം പെട്ടെന്ന് എടുത്താണ്. 2 തെസ്സലോനി 1:3. വിശ്വാസം ഏറ്റവും വർദ്ധിച്ച്. അങ്ങനെയെങ്കിൽ ഒന്നാമത് ആത്മീയ ജീവിതത്തിൽ വർദ്ധിക്കേണ്ട കാര്യമാണ് വിശ്വാസം. വിശ്വാസം എന്നും സ്റ്റാഗ്മെന്റേഷനിൽ നിൽക്കാനല്ല, എന്നും ഒരേ ലെവലിൽ നിൽക്കാനല്ല. പിന്നെ വിശ്വാസത്തിന് ഒരു വർധനവ് വേണം. ശിഷ്യന്മാർ യേശുവിൻ്റെ അരികിൽ വന്നിട്ട് ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ലൂക്കോസ് 17:5. അവർ അപ്പോസ്തലന്മാർ യേശുവിൻ്റെ അരികിലേക്ക് വന്നിട്ട് യേശുവിനോട് പറയാ, കർത്താവേ, എൻ്റെ വിശ്വാസം നീ വർദ്ധിപ്പിച്ചു തരണമേ. ഹല്ലേലൂയ, സ്തോത്രം. ഫെയ്ത്ത് എന്ന് പറയുന്നത് വിശ്വാസം വർദ്ധിപ്പിക്കുക. ഫെയ്ത്ത് എന്ന് പറയുന്നത്, സ്തോത്രം, ഇസ് നോട്ട് എ സിറ്റിംഗ് ബാക്ക് ആൻഡ് വെയിറ്റിംഗ് for God to do everything. ദൈവം എല്ലാം ചെയ്യുക എന്ന് പറഞ്ഞ് പുറകിൽ മാറിയിരിക്കുന്നതല്ല. ഫുട്ബോൾ കളി കാണാനിരിക്കുന്ന പോലെ സ്റ്റേഡിയത്തിൽ ഇരിക്കുന്നതല്ല ഫെയ്ത്ത്. മനസ്സിലായോ? ഫെയ്ത്തിൻ്റെ ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, അല്ല, സ്റ്റെപ്പിംഗ് ഔട്ടാണ്. നമ്മൾ കളത്തിലേക്ക് ഇറങ്ങുന്നതാണ് വിശ്വാസത്തിൻ്റെ ഇൻക്രീസിങ്. സ്റ്റേജിൽ ഇരിക്കുന്നതല്ല. പിന്നെയോ വിശ്വാസത്താൽ കാൽച്ചുവടുകൾ വെക്കുന്നതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഫെയ്ത്തിൻ്റെ വിശ്വാസത്തിൻ്റെ വർധനവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് സ്റ്റെപ്പിംഗ് ഔട്ട് ഇൻ ഫെയ്ത്ത്, ടേക്കിംഗ് റിസ്ക്, ട്രസ്റ്റിംഗ് ഗോഡ് ടു വാക്ക് in us and through us. നമ്മളിൽ കൂടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ. അതിൻ്റെ ഉദാഹരണങ്ങൾ ഒത്തിരി പറയാനുണ്ട്. യോർദാന്റെ മുന്നിൽ യോശുവയും ജനം നിന്നപ്പോൾ ദൈവം അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ കാലെടുത്ത് യോർദാനിൽ ചവിട്ടുമ്പോൾ. സോ വി നീഡ് എ ഫെയ്ത്ത്. എന്ത് വേണം? ആ കാലെടുത്ത് ചവിട്ടാൻ ഒരു വിശ്വാസം വേണം. അതിൻ്റെ പേരാ ഫെയ്ത്ത് ഇൻക്രീസ്. സ്തോത്രം. ഹല്ലേലൂയ. ചെങ്കണ്ണിന് മുന്നിൽ വലിയ പുരുഷാരവുമായി മോശം നിൽക്കുമ്പോൾ പിറകിൽ വരുന്ന ഫറവോനെയും സൈന്യം കണ്ടിട്ട് അയ്യം വിളിക്കുമ്പോൾ, സ്തോത്രം, ദൈവം പറഞ്ഞു, നിന്റെ വടി നീട്ടുക. ആ വടി നീട്ടാൻ, വിശ്വാസത്തോടെ നീട്ടുവാനുള്ളൊരു സ്റ്റെപ്പ്, അതിൻ്റെ പേരാ ഇൻക്രീസ് ഫെയ്ത്ത്. യെരിഹോം പട്ടണത്തിന് ചുറ്റും യോശുവയും ജനവും നടക്കുമ്പോൾ, അല്ലെ, ഒന്നും കാണാതെ ദൈവം പറഞ്ഞു ചുറ്റും നടക്കുക എന്ന് പറയുമ്പോൾ വിശ്വാസത്തോടെ
നടന്നതാണ് ഇൻക്രീസ് ഫെയ്ത്ത്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഈ ഫെയ്ത്താ നമുക്ക് വേണ്ടത്. ഒന്നും കാണാൻ കഴിയാതിരിക്കുമ്പോൾ വിശ്വാസത്തിനൊരു കാൽച്ചൂട് വെക്കാൻ, വിശ്വാസത്തിൽ ചിലതൊക്കെ ചെയ്യാൻ പഠിക്കണം. അവിടെയാ ഇൻക്രീസ് സംഭവിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും ഈ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് ചുറ്റുപാടുകൾക്ക് ഫൂളിഷ്നെസ്സാ, പക്ഷേ അത് വിശ്വാസത്തിന്റെ ഒരു വർധനവിന്റെ പടിയാ. ഞാൻ വേഗത്തിൽ നിർത്താം. സ്തോത്രം. അപ്പോൾ വർദ്ധിച്ചു വരേണ്ടുന്ന സ്പിരിച്വൽ ആസ്പെക്ട്സ്, വർദ്ധിച്ചു വരുന്ന ഒന്നാമത്തെ കാര്യം വിശ്വാസത്തിൽ വർദ്ധിക്കണം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു അന്യോന്യം ഉള്ള സ്നേഹം. വായിച്ചേ, അന്യോന്യം സ്നേഹം പെരുകണം. ഓക്കെ, മൂന്നാം ഞാൻ വിവരിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ആത്മാവിൽ നിറയണം. ഇൻക്രീസ് ഇൻ സ്പിരിറ്റ്. എഫെസ്യ ലേഖനം 5:19 അപ്പോസ്തല പ്രവൃത്തി 7:55 അപ്പോസ്തല പ്രവൃത്തി 6:5 ഇവിടെയൊക്കെ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യമാണ് ഇൻക്രീസ് ഇൻ സ്പിരിറ്റ്. സ്തോത്രം. ഇത് തീർന്നില്ല. 1 പത്രോസ് 1:5 വരുമ്പോൾ, 2 പത്രോസ് 1:5 വരുമ്പോൾ അവിടെ നമ്മൾ വർദ്ധിച്ചു വരേണ്ടുന്ന 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ 7 കാര്യങ്ങൾ ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ഞാൻ നിർത്താം. വായിച്ചോ. അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും. നിങ്ങളുടെ വിശ്വാസം, 1 നിങ്ങളുടെ വിശ്വാസം, 2 വിശ്വാസത്തോട് വീര്യം, വീര്യത്തോട് പരിജ്ഞാനവും, വീര്യത്തോട് പരിജ്ഞാനം, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവേ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ. കണ്ടോ, ഒരു സഭയെക്കുറിച്ച്, ദൈവജനത്തെക്കുറിച്ച് ദൈവം പറയുന്നു വർദ്ധിച്ചു വരേണ്ടുന്ന 7 കാര്യങ്ങൾ ഇവിടെ പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുക. 1 വീര്യം. എന്താണ് വീര്യം എന്ന് പറഞ്ഞാൽ? വീര്യം ഞാൻ ഇതൊക്കെ പറഞ്ഞു പോകാനൊന്നും നേരമില്ല. ഒറ്റ കാര്യം ചെയ്താൽ, പീഡനത്തിന്റെ മുന്നിൽ വിശ്വാസം ഏറ്റുപറയുന്നതിനെയാണ്, അല്ലെങ്കിൽ അതിന് ലഭിക്കുന്ന ധൈര്യത്തെയാ വീര്യം എന്ന് പറയുന്നത്. 2 പരിജ്ഞാനത്തിൽ വർത്തിക്കണം. 3 ഇന്ദ്രിയജയം എന്ന് പറഞ്ഞാൽ സെൽഫ് കൺട്രോൾ, അതിൽ വർദ്ധിച്ചു വരുന്നവരായിരിക്കണം. 4 സ്ഥിരത, പെർസിവറൻസ്, ക്ഷമയോടെ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതാണ് സ്ഥിരത വർദ്ധിക്കണം. 5 ഭക്തി വർദ്ധിക്കണം. 6 സഹോദര പ്രീതി വർദ്ധിക്കണം. ഹല്ലേലൂയ. അത് കൊടുത്തിരിക്കുന്നത് ഫിലദൽഫിയ എന്ന വാക്കാ, ഗ്രീക്ക് വാക്കാ. അതിന്റെ അർത്ഥം മറ്റുള്ള ഓരോ വിശ്വാസിയെയും ശരീരത്തിന്റെ സ്വന്തം അവയവങ്ങളെ പോലെ, ഹല്ലേലൂയ, ആ പ്രീതി നിലനിൽക്കണം. ഓക്കെ, എന്നിട്ട് സ്നേഹം. ഹല്ലേലൂയ. അപ്പോൾ ഈ 7 മണ്ഡലങ്ങളിൽ സ്പിരിച്വൽ ഡൈമെൻഷനിലും നമ്മൾ വർദ്ധിക്കണം. ഞാൻ ഇത്രയും ഈ 1 മാസം എടുത്ത വിഷയം ഒറ്റ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ദ സ്റ്റെപ്സ് ഫോർ ദി ഡിവൈൻ ഇൻക്രീസ്. ഞാൻ ഏതാണ്ട് 7 കൂട്ടം കാര്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ പറഞ്ഞു. അവസാനമായി ദ സ്പിരിച്വൽ ഡൈമെൻഷൻ, ആത്മീക മണ്ഡലത്തിലെ വർധനവ്. സ്തോത്രം. ഇതൊന്നും മറന്നു പോകരുത്. ഇതെല്ലാം, ഈ വാക്യമൊക്കെ കുറിച്ച് വെക്കണം. പത്രോസിൻ്റെ ലേഖനത്തിൽ എവിടെയൊക്കെയാണ് ഞാൻ വർദ്ധിക്കേണ്ടത്. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുമ്പോൾ ഏത് മേഖലകളിലാണ് ഞാൻ വർദ്ധിക്കേണ്ടത്? ഒരു കാര്യം ഉറപ്പാണ്. ഞാൻ ഒറ്റ കാര്യം കൂടെ പറയാം. ഇഫ് യു റെഡി ടു ഇൻക്രീസ്, ഗോഡ് വിൽ ഇൻക്രീസ്. നീ വർദ്ധിക്കാൻ തയ്യാറായാൽ കർത്താവ് നമ്മെ വർദ്ധിപ്പിക്കും. സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചേ. ഇഫ് യു റെഡി ടു ഇൻക്രീസ്, ഗോഡ് വിൽ ഇൻക്രീസ്. ഹല്ലേലൂയ. ദൈവം നമ്മെ വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കണ്ണുകൾ അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ.